എന്ത് ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ? ഞങ്ങൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ? അതെ. ഇപ്പോൾ എല്ലാ ദിവസവും വരുമോ സമരപ്പന്തലിൽ? വരും. എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരം വരും ഞങ്ങൾ. ആണല്ലേ? വരും. അപ്പോൾ നമ്മുടെ പണി ജോലി ചെയ്ത് ബാധിക്കുന്നില്ലേ? ജോലി ഞാനൊരു 5:30 ആകുമ്പോൾ പണിക്കും. വെളുപ്പിന് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ വരും വീട്ടിൽ. അത് കഴിഞ്ഞ് കുളിച്ച് ഇങ്ങോട്ട് പോരും. 183 ദിവസമായി സമരം. അതെ. ഇതിന് തീർപ്പുണ്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യും? തീർപ്പുണ്ടാകണമല്ല. കാരണം ഇപ്പോൾ ഇത്ര നാളായില്ലേ? അതെ. ഇത്രയും തീർക്കാന്ന് പറയുന്നെങ്കിലും ആരും നമ്മുടെ ബില്ല് പാസ്സായി. അതെ. പക്ഷേ വീണ്ടും സമരം മുന്നോട്ട് പോകുന്നു. അവരതിനകത്ത് പിന്നെയും മുടക്കം വെച്ചൊക്കെയാണല്ലോ സമരം. ഇത് ബില്ല് പാസ്സാക്കിയിട്ട് പിന്നെ അതിനകത്ത് സ്റ്റേ വെച്ചൊക്കെയല്ലോ. അതല്ലേ അങ്ങനെയുണ്ടായത്. വീട്ടിൽ ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലോണുണ്ട്. ഇഷ്ടംപോലെ ലോണും പട്ടയൊക്കെ ഞങ്ങളുടെ ഇരിക്കുകയാണ്, ബാങ്കിലിരിക്കുകയാണ്. സൊസൈറ്റിയിൽ പട്ടയങ്ങളുണ്ട്, കുറേ ലോണുണ്ട്. അത് കാരണം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടങ്ങൾ ആദ്യം എടുക്കണം. പണിയും മോശമാണ് ഞങ്ങൾക്ക്. കടലിൽ പോയിട്ടേ ഒന്നുമില്ല, പോക്കും വരും മാത്രമേ ഉള്ളൂ. മക്കളുടെ കാര്യവും ഈ പഠിക്കാനും ഓരോ കാര്യങ്ങൾ വീട്ടിൻ്റെ പണിയൊക്കെ ചെയ്യാനും പല കാര്യങ്ങളായിട്ടും മുടങ്ങി കിടക്കുകയാണ്. ലോണ് നടക്കാൻ പറ്റുന്നില്ല, കടം വർദ്ധിച്ച് കിടക്കുകയാണ്. ഈ മക്കളൊക്കെ എന്തെടുക്കുന്നു ഇപ്പോൾ? എൻ്റെ പെയിൻറ്റിങ്ങിനാണ്. 2 മക്കളെ കെട്ടിച്ച്. 2 മക്കളാണ്. കടങ്ങളുണ്ട് ഇഷ്ടം പോലെ. കടത്തിൽ മുങ്ങി കിടക്കുകയാണ്. 500-600 സെന്റ് സ്ഥലമുണ്ട്. ഒരു ചെറിയ വര സീറ്റിട്ട വരെയാണ്. അപ്പോൾ ഇത് നമുക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. കിട്ടണമല്ല, നമ്മൾ 3-4 തലമുറകൾ ഇവിടെ ജീവിച്ചിരുന്ന വെച്ചല്ലേ കാരണന്മാരായിട്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ എം പിയുടെ നിലപാട് എങ്ങനെയാണ്? എം പിയെ പറ്റി എങ്ങനെയാണ് അഭിപ്രായം? കാരണം എം പി ഹൈബീഡിനൊക്കെ ഒന്നിനും നിൽക്കണില്ല. ഹൈബീഡിനൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുക, നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ഹൈബീഡനും മറ്റേ BD സതീശനും ഒക്കെ നിങ്ങൾക്കവിടെ സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടുന്ന് തൊട്ട് അവിടെ ചെന്നും വേറെ രീതിയിൽ അവർ നിൽക്കുകയല്ലേ. ഇതൊരു രാഷ്ട്രീയ മുൻപ് പ്രശ്നം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഊതിപ്പെരിപ്പിച്ചാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രാഷ്ട്രീയം അങ്ങനെ ഊതിപ്പിക്കലൊന്നുമില്ല. നമുക്ക് നമ്മുടെ നീതി കിട്ടണം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ലാണ്ട് അങ്ങനെ പ്രശ്നങ്ങളും ഒന്നിനും നമ്മൾ നിൽക്കണില്ല. രാഷ്ട്രീയമായിട്ട് അങ്ങനെ മാറണമില്ല. അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇത് കിട്ടണം. പണ്ടത്തെ പോലെ നമ്മുടെ സ്ഥലങ്ങളും എല്ലാം നമ്മുടെ ചെയ്ത പോലെ രേഖകളൊക്കെ ഈ കരടക്കാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതുപോലെ ഞങ്ങൾക്ക് ചെയ്ത പോലെ തന്നെ കിട്ടണം, പണ്ടത്തെ പോലെ തന്നെ. അത്രേ ഉള്ളൂ. അല്ലാതെ എത്ര വരുമാനമുണ്ട് ഒരു ദിവസം നമ്മൾ ജോലിക്ക് പോയാൽ? വരുമാനം ഈ വെള്ളത്തിലെ പണിക്ക് ധൈര്യം പറയാൻ പറ്റില്ല, കിട്ടണ പോലെയാണ്. വെള്ളത്തിലെ പണി കിട്ടണ പോലെയൊക്കെ കിട്ടുള്ളൂ. ഇത്തലും ആരും വീശാമ്പൊക്കെ എൻ്റെ പണി ധൈര്യം പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും, വലയും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരും. ഒന്നുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ പണിയെടുക്കും, അത്രേ ഉള്ളൂ. അതാരണം ഇതൊക്കെ ഒന്നും ചെയ്യാൻ, പട്ടയവും ഇതൊന്നും ചെയ്യാൻ പറ്റാതെ കാരണം കടത്തിൽ മുങ്ങിക്കിടക്കണം. വിക്കാളിലും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് കിടക്കുകയാണ്. ഇതിനൊരു തീർപ്പുണ്ടാകുമെന്ന് കരുതുന്നുണ്ട്? ഉണ്ടാകണം. തീർപ്പുണ്ടാകും. വന്ന് നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞു പോയിക്കണം പുള്ളി. അദ്ദേഹത്തിൽ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.